ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഇത് തേർഡ് പാർട്ടാണ് പൊളിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ്. നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഓൾസോ നോൺ ആസ് ഡാഷ് അല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ വേറെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ദ പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ വരും അതിൽ? നമ്മുടെ പാർലമെൻറ്റിൽ പ്രസിഡൻറ്റ് വരും, പിന്നെ 2 ഹൗസസ് വരും അല്ലേ? നമ്മുടെ രാജ്യസഭയും വരും, ലോക്സഭയും വരും അല്ലേ? അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയും ലോക്സഭയും. അതിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ വേറെ പേര് അല്ലെങ്കിൽ രാജ്യസഭ എന്ന് പറയുന്നതിൻ്റെ വേറെ പേരെന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഓൾസോ നോൺ ആസ് എന്താണ്? രാജ്യസഭ, അല്ലെങ്കിൽ രാജ്യസഭ ഈസ് ഓൾസോ നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ലോക്സഭയ്ക്ക് എന്തായിരിക്കും വേറെ പേര്? ലോക്സഭയുടെ വേറെ പേരെന്താണ്? ലോക്സഭയുടെ വേറെ പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റും അതുപോലെ 2 ഹൗസസും കൂടെ ഉള്ളതാണ്. അതായത് രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആ പാർലമെൻറ്റിലെ രാജ്യസഭയുടെ വേറെ പേരായിട്ട് നമ്മൾ പറഞ്ഞതാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ വേറെ പേരാണ് രാജ്യസഭ. അപ്പോൾ ലോക്സഭയുടെ വേറെ പേരെന്താണ്? ഹൗസ് ഓഫ് ദ പീപ്പിൾ. ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ മെൻഷൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒക്കെ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ഏത് ആർട്ടിക്കിളിൻ്റെ ബേസിസിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 51A ബേസിസിലാണ് വരുന്നത്. മനസ്സിലായോ? ആർട്ടിക്കിൾ 51A ബേസിസിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഏത് പാർട്ടിലാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്? ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 4A വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 51A പാർട്ട് 4A. അപ്പോൾ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്നാണ് ബോറോ ചെയ്തത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? പറഞ്ഞ USSR അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ അല്ലേ? USSR ഓർ റഷ്യ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമുക്ക് മൊത്തം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പഠിച്ചു. ഏത് ആർട്ടിക്കിളിൽ നിന്നാണെന്നാണ് പഠിച്ചത്? ആർട്ടിക്കിൾ 51A നിന്നാണെന്ന് പഠിച്ചു. ഏത് പാർട്ടാണെന്ന് പഠിച്ചു? പാർട്ട് 4A ആണെന്ന് പഠിച്ചു. എവിടെ നിന്നാണ് കടമെടുത്തത്? USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which country has the lengthiest written constitution in the world? വേൾഡിലെ കാര്യം തന്നെ എടുക്കുമ്പോൾ ഏറ്റവും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഏത് കൺട്രിക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് കൺട്രിക്കായിരിക്കും? നമുക്ക് ഓപ്ഷൻ പോലും ഇല്ലാതെ പറയാം അല്ലേ? ഇന്ത്യക്കായിരിക്കും അല്ലേ? ഇന്ത്യക്കാണുള്ളത് എന്ത്? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. When was initial 10 fundamental duties added to the Constitution of India? അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലേ? നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യക്ക് മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ആഡ് ചെയ്തത്? 1976 ആഡ് ചെയ്തത്. മനസ്സിലായോ? 1976 എന്ത് ആഡ് ചെയ്തത്? ആദ്യത്തെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ആദ്യത്തെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ടല്ലോ, അതെപ്പോഴായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എപ്പോഴായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? 2002. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക? 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ്, 86th അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എപ്പോൾ ആഡ് ചെയ്തു? 1976 ആയപ്പോൾ ആഡ് ചെയ്തു. പിന്നെ 11ാമത്തെ ഡ്യൂട്ടി എപ്പോഴാണ് ആഡ് ചെയ്തത്? 2002 ആഡ് ചെയ്തത്. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്? 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്.
which constitutional amendment introduced the compulsory education of children between the age group of 6 to 14? അതായത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നതോടു കൂടെയാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ വന്നത്, ചിൽഡ്രൻസിന് കമ്പൽസറി എഡ്യൂക്കേഷൻ വന്നത്, 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റിൽ എന്താണ് പറയുന്നത്? ഈ ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻസ് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നായിരുന്നു ആ അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അമെൻമെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ അമെൻമെൻറ്റ് ഏതായിരിക്കും? 86th അമെൻമെൻ്റ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 86th അമെൻമെൻറ്റ് എന്തിൽ വന്നു എന്നാണ് പറഞ്ഞത്? പുതിയ അമെൻമെൻറ്റ് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് വന്നു എന്നാണ് പറയുന്നത് അല്ലേ. 86th അമെൻമെൻറ്റ് എപ്പോൾ വന്നു എന്നാണ് പറഞ്ഞത്? 2002 വന്നു എന്ന് പറഞ്ഞു. എന്തുമായിട്ട് ബേസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുമായിട്ട് ബേസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എന്തായിരുന്നു പറയുന്നുണ്ടായിരുന്നത്? കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതുവരെയുള്ള എടുത്തത് ക്ലിയർ ആയോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് മൊത്തം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എപ്പോഴായിരുന്നു വന്നത്? 1976 വന്നതെന്ന് പറഞ്ഞു. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എപ്പോഴാണ് വന്നത്? 2002 വന്നത്. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് വന്നത്? 86th അമെൻമെൻറ്റ് പ്രകാരമാണ് വന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു? 86th അമെൻമെൻറ്റ് 2002 വന്നു എന്ന് പറഞ്ഞു. ആ 86th അമെൻമെൻറ്റ് എന്താണ്? കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ ഉറപ്പായിട്ടും 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നതായിരുന്നു 86th അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറൊരു കാര്യം വിട്ടുപോയി. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ആർട്ടിക്കിൾ 51A പാർട്ട് 4A. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The National Commission for Women was set up as statutory body in January dash. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എപ്പോഴാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഫോം ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ട് കാരണം ക്രിയേറ്റ് ആവുന്ന ബോഡീസ് ആയിരിക്കും അല്ലേ. ഒരു ആക്ട് കാരണം ക്രിയേറ്റ് ആവുന്ന ബോഡീസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇനി അതിൻ്റെ വേറെ പേരെന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും പറയും അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഗവൺമെൻറ്റിൻ്റെ ബിഹാഫായിട്ട് റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യും? ഫോം ചെയ്യും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ പകരം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബിഹാഫായിട്ട് അവർ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇനി അപ്പോൾ ഈ നാഷണൽ വുമൺ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എപ്പോഴാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനുവരി 1992 എന്തായത്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which article of the Indian Constitution provides right to education? Right to education ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ്? ആർട്ടിക്കിൾ 21A അണ്ടറിലാണ് അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്താന്ന് പറഞ്ഞു? ആർട്ടിക്കിൾ 21 എന്തായിരിക്കും? അപ്പോൾ 21A നമ്മൾ പറഞ്ഞു എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അല്ലേ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണെന്ത്? ആർട്ടിക്കിൾ 21. 21A ആണെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആർട്ടിക്കിൾ 25 to 28 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ ഡാഷ് അല്ലേ. 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനെയാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റിലീജിയന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള റിലീജിയനൊക്കെ ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏത് മുതലാണ്? 25 തൊട്ട് 28 വരെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർമെൻറ്റ് ടു ബി ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ആയിട്ട് നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ മിനിമം ഏജ് എത്രയാവണം എന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം ഏജ് എത്രയാവണം? 35 വയസ്സാവണം. 35 വയസ്സായ ഒരാൾക്ക് എന്തിനു വേണ്ടി നമുക്ക് എന്തിൻ്റെ ഇലക്ഷന് വേണ്ടി പോവാം? പ്രസിഡന്റിൻ്റെ ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കാൻ സാധിക്കും.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് പൊസസ് ദ പാർഡനിങ് പവർ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അതായത് ഗവർണർ ഓഫ് സ്റ്റേറ്റിന് നമുക്കറിയാം നമ്മുടെ ഗവർണർ ഓഫ് സ്റ്റേറ്റിന് പാർഡനിങ് പവർ ഉണ്ടെന്ന്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 161 വരുന്നത്. ഗവർണറുടെ പാർഡനിങ് പവറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 161 ആണ്. വേറെ ആർക്കാ പാർഡനിങ് പവർ ഉള്ളത്? നമുക്കറിയാം പ്രസിഡന്റിനുണ്ടല്ലേ. പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എത്രയാണ്? ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 72. പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 72 ആണ്. ഗവർണറുടെ ആണെങ്കിൽ 161 ആണ്. രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ്, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ടേക്കൺ ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത് നിങ്ങളുടെ റിവിഷൻ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്? എന്താണ് കടമെടുത്തത്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിനുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.